ഓട്ടോഗ്രാഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 3.5 പതിറ്റാണ്ടോളം പ്രവാസി ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ പ്രവാസി ലോകത്തിന് തങ്ങളുടേതായ സംഭാവന നൽകുകയും ചെയ്ത 3 സഹോദരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. മിസ്റ്റർ ഇക്ബാൽ, മിസ്റ്റർ നജീം, മിസ്റ്റർ ജലീൽ എന്നിവരാണ് ആ സഹോദരങ്ങൾ. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അവരെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രവാസി ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇന്ന് യുണൈറ്റഡ് കരാട്ടെ ക്ലബ്ബ് എന്ന ഒരു വലിയ സ്ഥാപനം, UAE മുഴുവൻ പടർന്ന് കിടക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അത് മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനം. എനിക്ക് തോന്നുന്നു UAE തന്നെ ഇതുപോലെയുള്ള വേറെ സ്ഥാപനം ഇല്ല എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ മാർഷൽ ആർട്സ് രംഗത്തേക്ക് കടന്നു വരികയും അത് UAE ഇത്രത്തോളം വിജയകരമാക്കുവാൻ സാധിച്ചത്? 1979 എൻ്റെ ആഗ്രഹം, ഞാൻ ഇന്ത്യയിൽ കരാത്തെ പഠിപ്പിക്കുന്നതായിരുന്നു എൻ്റെ മാസ്റ്ററിന് വേണ്ടി. അപ്പോൾ 1979 എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ദുബായിൽ വന്ന് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 79 ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ആകെ കരാത്തെ ക്ലാസ് ദുബായ് പോലീസിലും ഡിഫൻസിലും മാത്രമേ ഉള്ളൂ. പുറത്ത് പബ്ലിക്കിന് ഒരു കരാട്ടെ ക്ലാസ് ഇല്ല. അങ്ങനെ ഞാൻ ഒരു കൊല്ലത്തോളം പ്രൈവറ്റായിട്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് വലിയ അറബ്സിൻ്റെ വീടുകളിലും അവരുടെ ക്ലബ്സിലും പോയിട്ട് ഞാൻ പ്രൈവറ്റായിട്ട് പഠിപ്പിച്ച്. അതിനുശേഷം എൻ്റെ മൂത്ത ബ്രദർ സെൻസെ നജീം, പുള്ളി ഇവിടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അസീസ് അഹമ്മദ് ടെക്നിക്കൽ സ്പോർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞും അത് 84 ഞങ്ങൾക്ക് ലീഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് വരെയും ഇല്ലീഗലായിട്ട് ഞങ്ങൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുകയും 84 ഞങ്ങൾക്ക് ഒരു ലൈസൻസ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ദുബായ് ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നജീം സാർ എങ്ങനെയാണ് UAE എത്തപ്പെട്ടത്? സഹോദരന് ശേഷമാണ് വന്നത് അല്ലേ? അപ്പോൾ സഹോദരനെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ എത്തിയത്? ആക്ച്വലി വന്നത് ഞാൻ ശരിക്കും ഒരു കരാട്ടെ ക്ലബ്ബോട് സപ്പോർട്ട് ചെയ്യാൻ വന്നതല്ല. ശരിക്കും ജസ്റ്റ് ബിക്കോസ് ഞാൻ അവിടെ എൻ്റെ LLB കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് അനിയൻ വിളിച്ചിട്ട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക്, ഇവിടെ ഒന്ന് വന്നിട്ട് പറ്റിയില്ലെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് ദുബായ് കാണാൻ വന്ന്, ബ്രദറിനെയും കാണാൻ വന്ന്, രാജ്യം ദുബായ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഇതിലാണ് വന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബെറ്റർ ഇവിടെ വന്ന് എനിക്ക് എൻ്റെ ഫീൽഡും എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡും അത് തന്നെയാണ്. ഞങ്ങളുടെ ഹോബി തന്നെ കരാത്തെ ഹോബിയായിരുന്നു. വരുന്നതിന് മുമ്പ് തന്നെ ഞാനും ബ്രദറും അവിടെ സെൻസൈ കുപ്പുസ്വാമി മാഷായിട്ട് ട്രെയിൻ ചെയ്യുകയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്ത ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഫീൽഡിൽ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്ലബ്ബ് അസീസ് അഹമ്മദ് ടെക്നിക്കൽ സ്പോർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞ ക്ലബ്ബിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ജലീൽ സാർ എങ്ങനെയാണ് UAE എത്തിയത്? എൻ്റെ 2 സഹോദരങ്ങളും ഇവിടെ വന്ന് അവർ കരാത്തെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുകയും അതിന് സംബന്ധമായി അതിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ വരുന്നതും. അവിടെ ഞാൻ അതിനു മുമ്പ് അവിടെ നാട്ടിൽ ട്രെയിൻ ചെയ്ത് വെച്ച്, കൂടാതെ അവിടെ മാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയുണ്ടായിരുന്നു. ഇവിടെ വന്ന് കൂടുതൽ ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെയും ഒക്കെ ഞങ്ങൾ കൊണ്ട് എല്ലാവരും കൊണ്ടും ഹാർഡ് വർക്കിൻ്റെ ഒറ്റ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. ഇന്ന് UAE 7-8 സ്ഥാപനങ്ങൾ താങ്കൾ നടത്തുന്നുണ്ട്. അതിൽ എന്തൊക്കെ ക്ലാസ്സുകളാണ് നടക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് അവിടെ നൽകപ്പെടുന്നത്? ഞങ്ങളുടെ 8 ക്ലബ്ബുകളിലും കരാത്തെ ക്ലാസ്സുകളുണ്ട്. കൂടാതെ കൊബുഡോ, ഐക്കിഡോ അതിനെപ്പറ്റി പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അത് 3 മാർഷൽ ആർട്സാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് 8 സ്ഥലങ്ങൾ? ഷാർജയിൽ മാത്രം ഞങ്ങൾക്ക് കരാത്തയും ജിമ്മും ഉണ്ട്. ബാക്കി എല്ലാ ക്ലബ്സുകളിലും ഇൻക്ലൂഡിങ് ഷാർജ ഈ 3 മാർഷൽ ആർട്സും പഠിപ്പിക്കുന്നുണ്ട്: കരാത്തെ, കൊബുഡോ ആൻഡ് ഐക്കിഡോ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? കരാത്തെ നിങ്ങളിപ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് കരാത്തയാണ് മിക്കവാറും അറിയുള്ളൂ. കരാത്തെ 2 ടൈപ്പ് കരാത്തയുണ്ട്. ഒന്ന് സ്പോർട്സ് കരാത്തെ ഉണ്ട്, ഒന്ന് ട്രഡീഷണൽ കരാത്തെ ഉണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ട്രഡീഷണൽ കരാത്തയാണ്. എൻ്റെ പേര് ഷോറിൻ റിയു സെയ്ബുക്കാൻ കരാത്തെ. ഷോറിൻ റിയു എന്നാണ് ഫാമിലി നെയിം. ഇത് ഉത്ഭവിച്ചിരിക്കുന്നത് ഒക്കിനാവ, ജപ്പാൻ. ഇപ്പം ഇവിടുത്തെ 3 മാസ്റ്റേഴ്സും സീനിയർ മാസ്റ്റേഴ്സും ജപ്പാനിൽ പല പ്രാവശ്യം പോയി. അവിടുത്തെ ടോപ്പ് മാസ്റ്റർ സെൻസൈ ഹാൻഷി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ടൈറ്റിലാണ്. ഹാൻഷി സെൻപോ ഷിമാബുക്രോ 10th ഡാൻ. പുള്ളിയുടെ ശിക്ഷണത്തിലാണ് ഞങ്ങളെല്ലാവരും ട്രെയിൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ എനിക്കൊരു മാസ്റ്റർ ഉണ്ട്, ജർമ്മനിയിലാണ്. പുള്ളി മലേഷ്യനാണ്. പുള്ളി മിയാസാറ സെൻസൈ എന്ന് പറയും. പുള്ളി 7th ഡാൻ ഇൻ കൊബുഡോ ആൻഡ് ഐക്കിഡോ, 8th ഡാൻ ഇൻ കരാത്തെ. പുള്ളി ഇവിടെ ഒരു 30-35 പ്രാവശ്യം എല്ലാ കൊല്ലവും
ചിലപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ 2 മാസം മുമ്പ് വന്നിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ഏപ്രിൽ ഇനിയും വരുന്നുണ്ട്. പുള്ളിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 10 ദിവസം സെമിനാറും സ്റ്റുഡൻസിനും മാസ്റ്റേഴ്സിനും ചെയ്ത് ഞങ്ങളെ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പരിശീലനം മാർഷൽ ആർട്സിലാണ്, അതായത് ശരീരവുമായി ബന്ധപ്പെട്ടാണ്. അതിന് തീർച്ചയായിട്ടും ചില അംഗീകാരങ്ങൾ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുറേ രജിസ്ട്രേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. എത്രത്തോളം അംഗീകരിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ക്ലബ്ബുകൾ? UAE കരാത്തെ ഫെഡറേഷൻ, ഞങ്ങൾ കരാത്തെ അസോസിയേഷനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ദുബായിലെ ഫസ്റ്റ് മെമ്പർ ഞങ്ങളാണ്. അപ്പോൾ UAE കരാത്തെ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് മെമ്പർ ഞങ്ങളുടെ ക്ലബ്ബാണ്. അതിനുശേഷം ഇപ്പോൾ അത് UAE കരാത്തെ ഫെഡറേഷനായി. അപ്പോൾ ഞങ്ങൾ 8 ക്ലബ്ബും UAE കരാത്തെ ഫെഡറേഷൻ്റെ മെമ്പേഴ്സാണ്. കൂടാതെ UAE യൂത്ത് ആൻഡ് സ്പോർട്സ് അവരുടെ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. UAE കരാത്തെ ഫെഡറേഷൻ്റെ ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ 2 ടോപ്പ് ഒഫീഷ്യൽസ്. ആ 2 സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അഫിലിയേഷൻസ് ഉണ്ട്. കൂടാതെ ദുബായ് പോലീസ്, ഷാർജ പോലീസ്, ഇവിടെ എല്ലാം അതിൻ്റെതായ പെർമിഷൻസ്, ഇത് കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻസും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ ദുബായ് പോലീസിന് വേണ്ടി ഞങ്ങൾ 1-2 പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും അവിടെ ഒരു ദുബായ് പോലീസിൽ ഒരു സ്പെഷ്യൽ കോഴ്സിന് ഞങ്ങൾ പോയിട്ട് അവിടുത്തെ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അവിടെ പഠിപ്പിക്കുന്നത്, മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ കുട്ടികളെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിരുന്നു. കൂടാതെ എൻ്റെ മാസ്റ്ററായിട്ട് ഞാൻ 2 പ്രാവശ്യം പോയിട്ട് സെൻസി മിയ സറാം എന്ന് പറഞ്ഞ മാസ്റ്ററായിട്ട് പോയിട്ട് ഞങ്ങൾ ടോങ് ഫേയുടെ സ്പെഷ്യൽ ട്രെയിനിങ് ദുബായ് പോലീസിന് കൊടുത്തിട്ടുണ്ട്. മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെ ക്യാരക്ടറിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ക്യാരക്ടർ ആദ്യം തന്നെ എന്നെ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ക്യാരക്ടർ മാറ്റി എങ്ങനെയാണ്. നാട്ടിൽ പറയാൻ പാടില്ല ഓപ്പണായിട്ട്, എന്നാലും കുറച്ച് കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ടായത് ആളാണ് ഞാൻ. അതന്ന് അതല്ല ഞാൻ പറഞ്ഞില്ല ആദ്യം അതെല്ലാം വന്നതെന്ന്. യെല്ലോ ബെൽറ്റ് ആയിരുന്നപ്പോൾ തന്നെ ആ ടെൻഡൻസി ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഫൈറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം. അന്ന് കരാട്ടെ ഒന്നും അധികം ഇല്ലല്ലായിരുന്നു. യെല്ലോ ബെൽറ്റ് ആയതിനു ശേഷമാണ് കരാട്ടയിൽ പിന്നെ ഫൈറ്റ് ചെയ്യുന്നത്. അത് ഇൻസൈഡ് ഫൈറ്റ് ഉള്ളത് കാണണം നമുക്ക് അവിടെ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റുക. അതില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി എപ്പോഴും തല്ലുപിടിച്ചുകൊണ്ടേയിരിക്കും. ആ ബ്ലഡിലുള്ളതാണ് അത്, ആ സ്പിരിറ്റ് ഉള്ളതാണ്. ഇപ്പോൾ സ്പിരിറ്റ് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ക്ലാസ്സിൽ വന്ന് നമുക്ക് ഫൈറ്റിംഗ് കുമിത്തിയുണ്ട്, നല്ലോണം ഉപയോഗിക്കാം. അതുകൊണ്ട് ആ ക്യാരക്ടർ മാറിക്കിട്ട്. ജലീൽ സാറ് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, ട്രെയിനറായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നാട്ടിലേതുമായി തോന്നിയിട്ടുള്ള പ്രകടമായ വ്യത്യാസം എന്തൊക്കെയാണ്? നാട്ടിൽ ഡോജോ എന്ന് പറഞ്ഞാൽ വളരെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഈവൻ ടെറസിൻ്റെ മുകളിലേക്കാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. ഇപ്പോഴും ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ഇവിടെ വന്നു വെച്ചാൽ കംപ്ലീറ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാം നീറ്റാണ്. നമ്മുടെ ക്ലബുകളെല്ലാം നീറ്റാണ്. അപ്പോൾ കണ്ടമാനം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടമാനം ഫോളിങ്സ് ഉള്ള ടെക്നിക്സ് ഉള്ളതെല്ലാം നമുക്കിവിടെ മാറ്റും ഇതൊക്കെ ഉള്ള കാരണം നമുക്കത് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളിൽ ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക്. അവിടെ മാറ്റിൻ്റെയും അല്ലെങ്കിൽ ഈവൻ ഒരു മിറർ പോലും നമ്മുടെ നാട്ടിലെ ഡോജോകളിലില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഒരു 2 സ്ഥാപനം അവിടെ ഇതേ ക്വാളിറ്റിയിൽ ഞങ്ങൾ 2 ക്ലബ്ബ് എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് കാക്കനാടും ഒന്ന് എടപ്പള്ളിയിലാണ്. ഫുൾ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ടാകും. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? ഇത് തന്നെയാണോ, യുണൈറ്റഡ് കരാട്ടെ ആണോ? അവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബുഡോ അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനമാണ് തുടങ്ങിയേക്കുന്നത്. അത് എടപ്പള്ളിയിലും കാക്കനാടും ഒരേ പേര് തന്നെയാണ്. മാർഷൽ ആർട്സിലേക്ക് ഒരാൾക്ക് കടന്നു വരുവാനായിട്ട് സ്റ്റാർട്ടിങ്ങിന് പ്രായപരിധി വല്ലതും ഉണ്ടോ? ഇവിടെ എനിക്ക് 55-60 വയസ്സായിട്ടുള്ളവർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈവൻ 40-45 ഇയേഴ്സ് വുമൺ വരെ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹമാണ്, നമുക്ക് മനസ്സിൽ നമുക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏത് പ്രായക്കാരനും ഈവൻ 40 ആണെങ്കിലും 50 ആണെങ്കിലും 60 ആണെങ്കിലും ദേ ക്യാൻ സ്റ്റാർട്ട്. ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 25 കൊല്ലം 30 കൊല്ലം ചെയ്യുന്ന ആൾക്കാർ കണ്ടമാനം പേരുണ്ട്. അതിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരും എബവ് 40 ഞങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, അഡൽട്സ് ക്ലാസ് സെപ്പറേറ്റ് ഉണ്ട്. പലവർക്കും ഒരു ധാരണയുണ്ട് ഈ പറഞ്ഞ ചോദ്യത്തിന്, കറാത്തെ ഞാൻ ഇത്ര പ്രായമായി ഡേഞ്ചറസ് അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കറാത്തെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാൽക്കുലേറ്റഡ് മൂവ്മെൻറ്റ്സ്, നമ്മൾ ഫുട്ബോൾ കളിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ കളിച്ചാലും അൺകാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആണ്. ഷട്ടിൽ ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബോഡി നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള മൂവ്മെൻറ്റ്സ് മുഴുവനും 98% കാൽക്കുലേറ്റഡ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇഞ്ചറി വളരെ കുറവാണ്.
പിന്നെ ആകെ 2% മാത്രമേ ഉള്ളൂ നമ്മൾ ഫൈറ്റിംഗ്. പിന്നെ അതിൽ അഡൽസിന് കഴിയുന്നതും ഫൈറ്റിംഗ് ഞങ്ങൾ ഏറ്റവും കുറവായിട്ട് വിത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് ആ ഇഞ്ചുറി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3.5 പതിറ്റാണ്ട്, ഏകദേശം 4 പതിറ്റാണ്ടോളമായി താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് എന്തൊക്കെ അംഗീകാരങ്ങളാണ് താങ്കൾക്ക് ഈ രംഗത്ത് കിട്ടിയിരിക്കുന്നത്, മാർഷൽ ആർട്സിൽ കരാട്ടയിൽ കിട്ടിയിരിക്കുന്നത്? കരാത്തയിൽ ഫസ്റ്റ് ഈ 3 മാർഷൽ ആർട്സ് കരാത്തെ, ഷോൻറി സൈബുക്കാൻ കരാത്തെ, ജിംബുക്കാൻ കൊബുഡോ, ഷുഡോക്കാൻ ഐക്കിഡോ, ഈ 3 ആർട്ടിലും ഞങ്ങളാണ് ഇവിടെ ഈ സെൻസെ നജീം, സെൻസെ ജലീൽ ഇൻക്ലൂഡിങ് മീ, ഞങ്ങൾ 3 പേർക്കാണ് ഇത് എക്സാമിൻ ചെയ്യാനും പഠിപ്പിക്കാനുള്ള അംഗീകാരം ജപ്പാനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ അണ്ടറിൽ ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിയ അംഗീകാരം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കൂടാതെ ഒരു ഷിമോബുക്രോ അവാർഡ് എന്നും കണ്ടും ഏറ്റവും നല്ല ഇൻസ്ട്രക്ടേഴ്സ്, സെൻസെ ഉദ്ദേശിച്ചേക്കുന്ന ടൈപ്പുള്ള ഇൻസ്ട്രക്ടേഴ്സ്, ആ ഒരു മാർഷൽ ആർട്സ് ലൈഫിൽ ഒരു മാസ്റ്റർ എങ്ങനെയായിരിക്കണം സ്റ്റുഡൻസ് ആയിട്ടുള്ളതും അവരെ ക്വാളിറ്റിയും അതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രക്ടേഴ്സ് എന്നുള്ള ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് 3 പേർക്കും ഒരേമാതിരി അവാർഡ് ഞങ്ങൾക്ക് 4 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 അംഗീകാരം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അംഗീകാരങ്ങളാണ്. പിന്നെ ദുബായ് പോലീസിൽ നിന്ന് ഞങ്ങൾക്ക് അടുത്ത് കിട്ടിയ ഒരു അംഗീകാരം, അതും പറയേണ്ട അംഗീകാരങ്ങളാണ്. അതുകൂടാതെ സെൻസെ ഷോൻറി സൈബുക്കാൻ കരാത്തയുടെ ടെക്നിക്കൽ ഡയറക്ടർ ഫോർ UAE ആൻഡ് മിഡിൽ ഈസ്റ്റ് എന്നുള്ളൊരു പൊസിഷനും കൂടി എനിക്കുണ്ട്. ഇത്രയും നേരം താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത് മാർഷൽ ആർട്സിൻ്റെ കാര്യങ്ങളായിരുന്നു. താങ്കൾക്കൊരു ജിമ്മ് കൂടി ഉണ്ടല്ലോ, ഷാർജ ബേസ് ചെയ്തിട്ട് താങ്കളൊരു ജിമ്മ് കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഈ പ്രിമൈസസിലേക്ക് മാറിയതിന് ശേഷം പലവരും വന്നിട്ട് എനിക്ക് കുട്ടികളെ കറാത്തേക്ക് ചേർക്കണം, ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല, ഞങ്ങൾക്ക് ആ കുട്ടികളുടെ സമയത്ത് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന എന്താ ഉള്ളതെന്ന് പല പാരൻസ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വിങ് കംപ്ലീറ്റ് ഒരു ജിം വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദ ഫെസിലിറ്റീസ് അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പാരൻസ്, ഇവിടെ നിന്ന് വരുന്ന കുട്ടികൾ, അവർക്ക് പാരൻസിന് അവിടെ നിന്ന് ജിമ്മിൽ നിന്ന് ട്രെയിൻ ചെയ്യാം. അതുകൂടാതെ ഈ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ഫിറ്റ്നസ് ലെവൽ അവയർനെസ്സിന് വേണ്ടുള്ള ലെവലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ജിമ്മിൽ നല്ലൊരു ഇൻസ്ട്രക്ടർ ഉണ്ട്, മിസ്റ്റർ സുനിൽ. പുള്ളി നല്ലൊരു ഇൻസ്ട്രക്ടറാണ്. പുള്ളി വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ടും. പുള്ളിയുടെ ജോലി പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്. UAE ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെയാണ്? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റി അവൈൽ ചെയ്യണമെങ്കിൽ എവിടെയൊക്കെയാണ് അതിനുള്ള സൗകര്യങ്ങളുള്ളത്? ഓക്കെ, ഞങ്ങളുടെ ക്ലബ്ബ് ഉള്ളത് ഫസ്റ്റ് ക്ലബ്ബ് അസീസ് അഹമ്മദ് ടെക്നിക്കൽ സ്പോർട്സ് സെൻറ്റർ, അബുഹേൽ ഷൂമാർട്ട് ബിൽഡിങ്ങിലാണ്. പിന്നെ യുണൈറ്റഡ് കരാട്ടെ സ്പോർട്സ് സെൻറ്റർ കറാമ, സബീൽ ഹൗസ് കറാമ, യുണൈറ്റഡ് കരാട്ടെ സ്പോർട്സ് സെൻറ്റർ അലൈൻ, കരാട്ടെ സ്പോർട്സ് സെൻറ്റർ ഇൻ്റർനാഷണൽ സിറ്റി, ഷോൻറിയു കരാട്ടെ സെൻറ്റർ അൽ നഹദ, അൽ ഷബാബ് ക്ലബ് റാസൽ ഖൈമ, സെബുക്കാൻ കരാത്തെ അക്കാഡമി JLT, പിന്നെ യുണൈറ്റഡ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ ഷാർജ. ഷാർജയിൽ ജോയിൻ ചെയ്യുന്ന ഒരാളിന് അവരിപ്പോൾ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റി തന്നെ ദുബായിലും പ്രൊവൈഡ് ചെയ്യുമോ? ഇവിടെ ഞങ്ങൾ ഇൻ്റർനാഷണൽ വാല്യൂഡ് പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്രേഡിങ്ങും കഴിയുമ്പോഴും ഇപ്പോൾ വൈറ്റ് ബെൽറ്റ് ജോയിൻ ചെയ്ത് പിന്നെ യെല്ലോ ബെൽറ്റ്, ഗ്രീൻ ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, അപ്പോൾ അതിലെല്ലാം മാർക്ക്ഡ് ആയിരിക്കണം. ഇതേ സെയിം ഗ്രേഡിങ്ങിൽ ആ പാസ്ബുക്കായിട്ട് നമ്മൾ ഏത് ബ്രാഞ്ചിൽ പോയാലും അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതേ ഗ്രേഡിങ് തന്നെ വേൾഡ് വൈഡ് എവിടെ പോയാലും, ഞങ്ങൾ ഷോൻറി സൈബുക്കാൻ കരാത്തയുടെ ഏത് ക്ലബ്ബിൽ പോയാലും വേൾഡ് വൈഡ്, നിങ്ങൾ ജപ്പാനിൽ പോയാലും ജർമ്മനി പോയാലും അമേരിക്കയിൽ പോയാലും ദേ വിൽ ബി അക്സെപ്റ്റിംഗ് ദ സെയിം ഗ്രേഡിങ്. ഏകദേശം 40 വർഷത്തോളമായി മാർഷൽ ആർട്സ് എന്ന രംഗത്തേക്ക് കടന്നുകൊടുത്ത് UAE മാത്രമല്ല ഇന്ത്യയിലുള്ള അനുഭവം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ മാർഷൽ ആർട്സിൽ സജീവമായി രംഗത്തുണ്ടായപ്പോൾ ആ രംഗത്തേക്ക് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സംഭാവന എന്താണ്, അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭാവന എന്താണ്? റീസെൻ്റ്ലി ഞങ്ങളൊരു സിലബസ് ബുക്ക് ഇറക്കി. അതിൽ എല്ലാ ഞങ്ങളെ ക്ലബ്സിലുള്ള കുട്ടികൾക്കും എന്താണ് പഠിക്കേണ്ടത്, സാധാരണ സ്കൂളിലെ ടെക്സ്റ്റ് മാറി അതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഒരു നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബുക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ 2 ബ്രദേഴ്സ്, സെൻസെ നജീം ആൻഡ് സെൻസെ ജലീൽ. അപ്പോൾ അതിൽ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ കൺട്രിക്ക് വേണ്ടി ഇംഗ്ലീഷും അറബിക്കും ട്രാൻസ്ലേഷനും അതിൻ്റെ ഹിസ്റ്ററി, കരാത്തയുടെ ഹിസ്റ്ററി, കരാത്തെ എങ്ങനെ വന്നു, കരാത്തെ മാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററി, ഞങ്ങളുടെ കുറച്ച് ഹിസ്റ്ററി, അതുകൂടാതെ എല്ലാ ടെക്നിക്സും ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് എല്ലാം വെച്ച് ഒരു നല്ലൊരു ബുക്ക് ചെയ്യാൻ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഫോട്ടോഗ്രാഫ്സും മറ്റുള്ള നോട്ട്സ് എല്ലാം ഞാൻ ചെയ്തു തുടങ്ങി. അതാണ് അതിൻ്റെ നെക്സ്റ്റ് എൻ്റെ ആഗ്രഹം. ഇത്രയും നേരം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെ പറ്റിയാണ്. പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്, നിങ്ങളുടെ വിനോദ മണ്ഡലം. കാരണം നിങ്ങൾക്കിതൊരു ജീവിതമാണ്, ഒരു പാഷനാണ്. അപ്പോൾ ഈ മണ്ഡലത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അതിൽ നിന്ന് വേറിട്ട് നമ്മുടെ ഫാമിലിയെ പറ്റി
ഒന്ന് പറയാം. ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ്? അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ അതോ നാട്ടിലാണോ? ഓക്കെ, ഞാൻ എറണാകുളത്ത് വലിയ വീട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ്. ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത് സബീന എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ അങ്കിളുടെ മോളും കൂടിയാണ്. 3 കുട്ടികളാണ് എനിക്കുള്ളത്. മൂത്തത് സെറീൻ, രണ്ടാമത്തത് ഇർഫാൻ, മൂന്നാമത്തത് ഐഷ. ഇവർ 3 പേരും കരാത്തെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മൂത്ത 2 പേര് തേർഡ് ഡാനാണ്, ഇളയാള് ബ്രൗൺ ബെൽറ്റാണ്. ഇവിടെയാണ് എല്ലാവരും ഇവിടെയുണ്ട്. ഫാമിലി എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അവരിവിടെ പഠിക്കുന്നത്. മൂത്ത ആൾ മാരീഡാണ്. ഒരു ഗ്രാൻഡ് സണ്ണുണ്ട്, മുഹമ്മദ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ മാരി ചെയ്തേക്കണ തന്നെ SRM റൂട്ടിൽ തന്നെ ഉള്ള എറണാകുളത്ത് തന്നെ ഉള്ള ഇതാണ്. പേര് റിമീഷ എന്നാണ് പേര്. എനിക്ക് 4 കുട്ടികളാണ്. 4 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 3 പെൺകുട്ടിയും 1 ആൺകുട്ടിയാണ്. അതിൽ ഒരാൾ നാട്ടിലാണ്, മദ്രാസിലാണ് മാരി ചെയ്തേക്കുന്നത്. ബാക്കി 2 പേരും 3 പേരും ഇവിടെ തന്നെ ഉണ്ട്. അതും എല്ലാവരും കരാട്ടെ ട്രെയിൻ ചെയ്തവരാണ്. പക്ഷേ ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നത് എൻ്റെ മകൻ മുഹമ്മദ് ജുമ എന്ന് പറഞ്ഞാൽ ആണ്. ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ ഫീൽഡിൽ തന്നെയാണ് വർക്കും ചെയ്യണത്. എൻ്റെ വൈഫിൻ്റെ പേര് സജിത ജലീൽ എന്നാണ്. പുള്ളിക്കാരത്തെയും മദറും വലിയ വീട്ടിൽ തന്നെയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും. കൂടാതെ അവരെല്ലാം ഇവിടെ തന്നെയാണ്, തുടക്കം മുതൽ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മകളും കരാത്തയിലായിരുന്നു, ഇപ്പോൾ വിവാഹം കഴിച്ച് പോയി. അവരിപ്പോൾ അബുദാബിയിലാണ് ഉള്ളത്. അവർക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. ഞാൻ ഗ്രാൻഡ് ഫാദറാണ്. മകൻ എൻ്റെ കൂടെ തന്നെയാണ്. അവൻ ഇപ്പോൾ സെക്കൻഡ് ഡാനാണ്. എൻ്റെ ഒപ്പം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോളേജിൽ MBA ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ സഹോദരങ്ങൾക്ക് ജഗദീശ്വരൻ എല്ലാ നന്മകളും കൊടുക്കട്ടെ. കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ നിന്നും മാർഷൽ ആർട്സിൻ്റെ പാഠങ്ങൾ